എനിക്കേറ്റ മുറിവുകൾ പൊറുക്കുവാൻ നീ തന്ന വചനങ്ങളെത്രയോ വിലപ്പെട്ടത്. ഉദ്ധാരത്തിന് ശേഷം യേശു തൻ്റെ പ്രിയപ്പെട്ട എല്ലാവരെയും ഓടി നടന്ന് കാണുകയാണ്. അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ അവർക്കെല്ലാവർക്കും വ്യത്യസ്തമായ ഗോഡ് എക്സ്പീരിയൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ അവർ ഭയന്ന് വിറച്ചു എന്നാണ് അന്നത്തെ ഗോസ്പലിൽ പറയുന്നത്. കാരണം അവർ കരുതി ഇത് ഭൂതമാണെന്നാണ്. അത്ര പെട്ടെന്ന് ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശുവിന് ഒരു കാര്യം മനസ്സിലായി, അവർക്ക് യേശുവിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. വലിയൊരു അത്ഭുതം, വലിയൊരു സത്യം അത് റിയലൈസ് ചെയ്യാൻ തക്ക വിധത്തിൽ അവരുടെ ഹൃദയം പാകപ്പെട്ടിട്ടില്ല. ഇവിടുന്ന് യേശു കാണിച്ചു കൊടുക്കുന്നത് അവൻ്റെ കൈകളും കാലുകളുമാണ്. അവിടെ നോക്കുമ്പോൾ അവിടെ അതേ മുറിവുകളുണ്ട്, അതേ മാംസവും അതേ അസ്ഥികളോടെ ഉണ്ട്. ക്രിസ്തുവിൻ്റെ സഹനങ്ങളും വേദനകളുമാണ് എന്ന് ആ ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിലേക്ക് എത്തിച്ചത്. അങ്ങനെയാണെങ്കിൽ ചില മുറിവുകളൊക്കെ നല്ലതാണ്. പണ്ട് സർഫ് എക്സലിൻ്റെ പരസ്യത്തിൽ പറഞ്ഞില്ലേ, കറ നല്ലതാണെന്ന്. അതുപോലെ തന്നെയാണ് ചില മുറിവുകളൊക്കെ നല്ലതാണ്. കാരണം ഇനിയുള്ള യാത്രക്കിടയിൽ ഒരിക്കൽ പോലും വീഴാതിരിക്കാൻ, പതറാതിരിക്കാൻ, പതറിക്കഴിയുമ്പോൾ പഴയ ജീവിതത്തിൻ്റെ വെളിച്ചത്തിൽ കുറച്ചും കൂടി നന്നായി ജീവിക്കാൻ ചില മുറിവുകളൊക്കെ ജീവിതത്തിൽ നല്ലതാണ്. ചില ഓർമ്മകളൊക്കെ ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഓർമ്മകളെ നല്ലതെന്ന് കരുതിക്കൊള്ളുക. കാരണം മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഈ ഓർമ്മകളും ഈ അനുഭവങ്ങളും ഒരിക്കലും തുണയ്ക്കാതിരിക്കില്ല.